ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ആദ്യത്തെ 40 ശ്ലോകങ്ങളുടെ സാമാന്യാർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഇനി 41-ാമത്തെ ശ്ലോകം മുതലൊന്ന് നോക്കാം. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക. ഭവാനി അതായത് ഭവൻ എന്ന് വെച്ചാൽ ശിവൻ, ശിവൻ്റെ പത്നിയായ ദേവി, അതാണ് ഭവാനി. ഭാവനാഗമ്യ, ഭാവന എന്നാൽ ധ്യാനം, ധ്യാനത്താൽ പ്രാപിക്കേണ്ടതായ ദേവി. ഭവനാഗമ്യ ഭവാരണ്യ കുഠാരിക. ഭവം എന്നാൽ സംസാരം, സംസാരമാകുന്ന ഘോരവനം വെട്ടിത്തെളിക്കുന്ന കുഠാരിക എന്ന് വെച്ചാൽ മഴു, ആ മഴുവായിരിക്കുന്ന ദേവി. അതായത് ദേവി ഉപാസന കൊണ്ട് നമ്മുടെ സംസാര സാഗരത്തിൽ നിന്നും നമുക്ക് വേഗം മുക്തി കിട്ടും. അടുത്തത് ഭദ്രപ്രിയ ഭദ്രമൂർത്തിർ ഭക്ത സൗഭാഗ്യദായിനി. ഭദ്രപ്രിയ ഭക്തന്മാരുടെ മംഗളം, ഭദ്രം എന്ന് വെച്ചാൽ മംഗളം, ആ മംഗളത്തിൽ ആനന്ദിക്കുന്ന ദേവി, മംഗളത്തിൽ പ്രിയയായിരിക്കുന്ന ദേവി. ഭദ്രമൂർത്തി, ദേവി തന്നെ മംഗളസ്വരൂപിണിയാണ് എന്നർത്ഥം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭദ്രകാളിയുടെ രൂപമെടുത്ത ദേവി, അതാണ് ഭദ്രമൂർത്തിർ. ഭക്ത സൗഭാഗ്യദായിനി, ഭക്തന്മാർക്ക് സൗഭാഗ്യം നൽകുന്ന ദേവി. ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ. ഭക്തിപ്രിയ, ഭക്തിയിൽ പ്രീതിയുള്ള ദേവി. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് വിശദീകരിക്കാതെ പോകുന്നത്. അടുത്തത് ഭക്തിഗമ്യ. ഗമ്യ എന്ന് വെച്ചാൽ ഗമിക്കുക, പ്രാപിക്കുന്ന, ഭക്തി കൊണ്ട് പ്രാപിക്കാവുന്ന ദേവി, അതാണ് ഭക്തിഗമ്യ. അടുത്തത് ഭക്തിവശ്യ, ഭക്തിയാൽ വശീകരിക്കാനാകുന്ന ദേവി, അതാണ് ഭക്തിവശ്യ. ഭയാപഹ, ഭയങ്ങളെ അകറ്റുന്ന ദേവി. ഭയാപഹ, ദേവിയെ ആശ്രയിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഭയങ്ങളും ഉണ്ടാകില്ല. അടുത്തത് ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി. ശാംഭവി, ശംഭുവിൻ്റെ പത്നിയായ ദേവി, അതാണ് ശാംഭവി. ശാരദാരാധ്യ, ശാരദായാൽ അഥവാ സരസ്വതിയാൽ പൂജിക്കപ്പെടുന്ന ദേവി, അതാണ് ശാരദാരാധ്യ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശരത്കാലത്ത്, അതായത് നവരാത്രി കാലത്ത് ആരാധിക്കപ്പെടുന്ന ദേവി, ശാരദാരാധ്യ. അടുത്തത് ശർവാണി. ഇവിടെയും ശർവൻ എന്ന് വെച്ചാൽ പരമേശ്വരൻ, പരമേശ്വരൻ്റെ പത്നിയായ ദേവി. ശർവാണി. ശർമ്മദായിനി, ശർമ്മം എന്ന് വെച്ചാൽ സുഖം, സുഖം നൽകുന്ന ദേവി. ശാങ്കരി ശ്രീകരി സാധ്വി ശരച്ചന്ദ്ര നിഫാനന. ശാങ്കരി, ശങ്കരൻ്റെ പത്നിയായ ദേവി. ശ്രീകരി, ഐശ്വര്യം നൽകുന്ന ദേവി. സാധ്വി, പതിവ്രതയായ ദേവി. ശരച്ചന്ദ്ര നിഫാനന, ശരത്കാലത്തെ പരിപൂർണ ചന്ദ്രനെ പോലെ, പൂർണ്ണചന്ദ്രനെ പോലെ വിളങ്ങുന്ന മുഖത്തോടു കൂടിയ ദേവി, ശരച്ചന്ദ്ര നിഫാനന. ശാതോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന. ശാതോദരി, ശാതം എന്ന് വെച്ചാൽ മെലിഞ്ഞ, മെലിഞ്ഞ ഉദരം, മെലിഞ്ഞ അരക്കെട്ടോടുകൂടിയ ദേവി. ശാന്തിമതി, ശാന്തി സ്വരൂപിണിയായ ദേവി, ദേവിയുടെ ഭാവം ശാന്തസ്വരൂപമാണ്. അടുത്തത് നിരാധാര, ആധാര, ആധാരമില്ലാത്ത, ഒന്നിനെയും ആശ്രയിക്കാത്ത ദേവി, ദേവിയാണ് എല്ലാത്തിനും ആധാരം. അടുത്തത് നിരഞ്ജന, അഞ്ജനം, അഞ്ജനം ഇല്ലാത്ത ദേവി, അതായത് കളങ്കം ഇല്ലാത്ത ദേവി. പിന്നെ അജ്ഞാനം, ഈ അവിദ്യാബന്ധമില്ലാത്ത ദേവി എന്നും അർത്ഥമുണ്ട് നിരഞ്ജന. അടുത്തത് നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല. നിർലേപ, ലേപം എന്ന് വെച്ചാൽ കർമ്മത്തിൻ്റെ കെട്ട്, ആ കർമ്മത്തിൻ്റെ കെട്ടില്ലാത്ത, കർമ്മത്തിൻ്റെ കറ പുരളാത്ത ദേവി, നിർലേപ. നിർമ്മല, മാലിന്യമേശാത്ത ദേവി, യാതൊരു അഴുക്കും ഇല്ലാത്ത ദേവി, പാപങ്ങളും അജ്ഞാനവും ബാധിക്കാത്ത ദേവി നിർമ്മലയായി ഇരിക്കുന്നു, അതാണ് നിർമ്മല. നിത്യ,
നിത്യയായ ദേവി, അതായത് ദേവിക്ക് നാശമില്ല എന്നർത്ഥം. നിരാകാര, ആകാരം, രൂപം ഇല്ലാത്തവളായ ദേവി, അതാണ് നിരാകാര. നിരാകുല, ആകുലം, യാതൊരു വിധത്തിലുള്ള ക്ഷോഭമോ ഖേദമോ ഇല്ലാത്ത ദേവി, അതാണ് നിരാകുല. നിർഗുണ, നിഷ്കല, ശാന്ത, നിഷ്കാമ, നിരുപപ്ലവ. നിർഗുണ, ഗുണങ്ങൾക്കും അതീതമായ, ഗുണാതീതയായ ദേവി, അതാണ് നിർഗുണ. നിഷ്കല, നിഷ്കല എന്നും നിഷ്കള എന്നും പറയാം. അതായത് യാതൊരു അംശങ്ങളുമില്ലാത്ത ദേവി, ദേവി പരിപൂർണയാണ്, അഖണ്ഡ സ്വരൂപിണിയായ ദേവി, അതാണ് നിഷ്കല. ശാന്ത, ശാന്തിമയ്യായ ദേവി. നിഷ്കാമ, കാമങ്ങൾ അതായത് ആഗ്രഹങ്ങൾ ഇല്ലാത്ത ദേവി, ദേവിയുടെ ഇച്ഛ കൊണ്ട് സർവവും സാധിക്കുന്നു. ആ ദേവിക്ക് കാമങ്ങൾ അഥവാ ആഗ്രഹങ്ങൾ ഇല്ല, അതാണ് നിഷ്കാമ. നിരുപപ്ലവ, നിരുപപ്ലവ, ഉപപ്ലവ എന്ന് വെച്ചാൽ നാശം, നാശമില്ലാത്ത ദേവി, അതാണ് നിരുപപ്ലവ. അടുത്തത് നിത്യമുക്ത, നിർവികാര, നിഷ്പ്രപഞ്ച, നിരാശ്രയ. നിത്യമുക്ത, അതായത് മുക്തി ദേവിയുടെ സ്വരൂപം തന്നെയാണ്, ആ മായ ഇല്ലാത്ത ദേവി. ഒരു പദത്തിന് തന്നെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ട്. അതാണ് നിത്യമുക്ത എന്ന് വെച്ചാൽ മായയില്ലാത്ത ദേവി, നിത്യമുക്ത. അടുത്തത് നിർവികാര, വികാരം, മാറ്റങ്ങളില്ലാത്ത ദേവി. ദേവി ചൈതന്യമായതുകൊണ്ട് ദേവിക്ക് യാതൊരു മാറ്റവുമില്ല, അതാണ് നിർവികാര. നിഷ്പ്രപഞ്ച, സർവത്ര പരിപൂർണയായി വർത്തിക്കുന്ന ദേവി. പ്രപഞ്ചം എന്നാൽ വിസ്താരം എന്നർത്ഥം, എങ്ങും നിറഞ്ഞിരിക്കുന്ന ദേവി. നിരാശ്രയ, അതായത് ശരീരത്തെ ആശ്രയിക്കാത്ത ദേവി. നിരാശ്രയ, സമസ്ത പ്രപഞ്ചത്തിനും ആശ്രയമായിരിക്കുന്ന ദേവിക്ക് മറ്റാശ്രയമില്ല, അതാണ് നിരാശ്രയ. അടുത്തത് നിത്യശുദ്ധ, നിത്യബുദ്ധ, നിരവധ്യ, നിരന്തര. നിത്യശുദ്ധ, എന്നും പരിശുദ്ധമായിരിക്കുന്ന ദേവി. അജ്ഞാനമില്ലാത്തതുകൊണ്ട് ദേവി എന്നും പരിശുദ്ധയായി തന്നെ ഇരിക്കുന്നു. നിത്യബുദ്ധ, സദാ ജ്ഞാനസ്വരൂപിണിയായ ദേവി. ദേവി ചിത് സ്വരൂപിണിയാണ്, ശുദ്ധബോധസ്വരൂപിണിയാണ്, അതാണ് നിത്യബുദ്ധ. നിരവധ്യ, യാതൊരു ദോഷങ്ങളുമില്ലാത്ത ദേവി, അതാണ് നിരവധ്യ. നിരന്തര, ഇടതടവില്ലാതെ, അന്തരമില്ലാതെ എങ്ങും നിറഞ്ഞിരിക്കുന്ന ദേവി, അതാണ് നിരന്തര. നിഷ്കാരണ, നിഷ്കളങ്ക, നിരുപാധിർ, നിരീശ്വര. നിഷ്കാരണ, തനിക്ക് കാരണമായി മറ്റൊന്നുമില്ലാത്ത ദേവി. ദേവി സകലത്തിനും കാരണമായിരിക്കുന്നു, ദേവിക്ക് കാരണമില്ല, അതാണ് നിഷ്കാരണ. നിഷ്കളങ്ക, കളങ്കമില്ലാത്ത ദേവി, അതായത് ഇവിടെയും പറയുന്നത് പാപരഹിതമായ ദേവി. ദേവി ആത്മസ്വരൂപിണിയാണ്, അതാണ് നിഷ്കളങ്ക. നിരുപാധിർ, ഉപാധികളില്ലാത്ത ദേവി, അതായത് മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ ശരീരം വേണം, ദേവിക്ക് അതിൻ്റെ ആവശ്യമില്ല, അതാണ് ഉപാധികളില്ലാത്ത ദേവി. നിരീശ്വര, തനിക്ക് മീതെ വേറെ ഒരു ഈശ്വരനില്ലാത്ത ദേവി, അതാണ് നിരീശ്വര. നീരാഗ, രാഗമഥന, നിർമ്മത, മദനാശിനി. നീരാഗ, രാഗമില്ലാത്ത ദേവി, അതായത് ആസക്തി, കാമം ഇവ ദേവിയിൽ ഇല്ല. രാഗമഥന, രാഗത്തെ നശിപ്പിക്കുന്ന ദേവി. ദേവി സ്വയം രാഗമുക്തയാണ്, ഭക്തരുടെ രാഗമെന്ന ദോഷത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് നിർമ്മത, മദം, അഹങ്കാരം, അഹങ്കാരം ഇല്ലാത്ത ദേവി. മദനാശിനി, മദം നശിപ്പിക്കുന്ന ദേവി, അതാണ് മദനാശിനി. നിശ്ചിന്ത, നിരഹങ്കാര, നിർമോഹ, മോഹനാശിനി. നിശ്ചിന്ത, നിശ്ചിന്തയായ, അതായത് ഉത്കണ്ഠയില്ലാത്ത, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ലാത്ത ദേവി, അതാണ് നിശ്ചിന്ത. നിരഹങ്കാര, അഹങ്കാരമില്ലാത്ത ദേവി. നിർമോഹ, മോഹമില്ലാത്ത ദേവി. മോഹനാശിനി, മോഹത്തെ നശിപ്പിക്കുന്ന ദേവി. ദേവിക്ക് മോഹമില്ലാത്തതുകൊണ്ട് ദേവിയെ ഭജിക്കുന്ന ഭക്തരുടെ മോഹത്തെ നശിപ്പിക്കുന്നു.
അടുത്തത് നിർമ്മമ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി. നിർമ്മമ, മമതയില്ലാത്ത ദേവി. ഇതെൻ്റെയാണ് എന്ന വിചാരമാണ് മമത. അത്തരം ഭേദബുദ്ധി ഇല്ലാത്ത ദേവി. മമതാഹന്ത്രി, മമതയെ ഇല്ലാതാക്കുന്ന ദേവി. ഭക്തന്മാരിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഞാൻ, എൻ്റെ എന്ന മായാബന്ധത്തെ ദേവി നശിപ്പിക്കുന്നു. അടുത്തത് നിഷ്പാപ, പാപരഹിതയായ. ഇവിടെയും നിത്യശുദ്ധയായ ദേവിയാണ് പറയുന്നത്. പാപനാശിനി, പാപങ്ങളെ നശിപ്പിക്കുന്ന ദേവി. നിഷ്ക്രോധ, ക്രോധശമനി. നിർലോഭ, ലോഭനാശിനി. നിഷ്ക്രോധ, ക്രോധരഹിതയായ ദേവി. ക്രോധശമനി, ക്രോധഭക്തരുടെ കോപത്തെ നശിപ്പിക്കുന്ന ദേവി. അതാണ് ക്രോധശമനി. നിർലോഭ, ലോഭമില്ലാത്ത ദേവി. ലോഭം എന്ന് വെച്ചാൽ ധനത്തിലുമൊക്കെയുള്ള അത്യാസക്തിയാണ് ലോഭം എന്ന് പറയുന്നത്. ലോഭം ഇല്ലാത്ത ദേവി. ലോഭനാശിനി, ലോഭങ്ങളെ അകറ്റുന്ന ദേവി. നിസ്സംശയ, സംശയഗ്നി. നിർഭവ, ഭവനാശിനി. നിസ്സംശയ, സംശയരഹിതയായ ദേവി. അതാണ് നിസ്സംശയ. സംശയഗ്നി, സംശയങ്ങളെ അകറ്റുന്ന, ഭക്തന്മാരുടെ സംശയങ്ങളെ നശിപ്പിക്കുന്ന ദേവി. അടുത്തത് നിർഭവ, ഭവനാശിനി. നിർഭവ, അതായത് ഭവം എന്ന് വെച്ചാൽ സംസാരബന്ധം. സംസാരബന്ധമില്ലാത്ത ദേവി. അതാണ് നിർഭവ. അടുത്തത് ഭവനാശിനി, സംസാരത്തെ നശിപ്പിക്കുന്ന ദേവി. അതാണ് ഭവനാശിനി. നിർവികൽപ, നിരാബാധ, നിർഭേദ, ഭേദനാശിനി. നിർവികൽപ, വികൽപ്പങ്ങളില്ലാത്ത ദേവി. സത്യവസ്തുവായ ദേവിയിൽ വികൽപ്പങ്ങളില്ല. അതാണ് നിർവികൽപ. നിരാബാധ, യാതൊരു ഭ്രമവും ബാധിക്കാത്ത ദേവി. അതാണ് നിരാബാധ. നിർഭേദ, ഭേദമില്ലാത്ത ദേവി. ഭേദനാശിനി, ഭേദഭാവത്തെ ഇല്ലാതാക്കുന്ന ദേവി. നിർനാശ, മൃത്യുമഥനി. നിഷ്ക്രിയ, നിഷ്പരിഗ്രഹ. നിർനാശ, നാശമില്ലാത്ത ദേവി. മൃത്യുമഥനി, മരണത്തെ നശിപ്പിക്കുന്ന ദേവി. ദേവി ഭക്തന്മാരിൽ ആത്മജ്ഞാനം നേടി അമരത്വം അടയുന്നു. അതാണ് മൃത്യുമഥനി. നിഷ്ക്രിയ, നിഷ്ക്രിയ, കർമ്മങ്ങളൊന്നുമില്ലാത്ത ദേവി. ദേവിക്കെല്ലാം ഒരു ലീലയാണ്. അതുകൊണ്ട് കർമ്മങ്ങളൊന്നുമില്ലാത്ത ദേവി. അതാണ് നിഷ്ക്രിയ. നിഷ്പരിഗ്രഹ, പരിഗ്രഹമില്ലാത്ത ദേവി. അതായത് സ്വീകരിക്കുന്നില്ല. ദേവി തനിക്കായി ഒന്നും സ്വീകരിക്കുന്നില്ല, ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്നില്ല. അതാണ് നിഷ്പരിഗ്രഹ. നിസ്തുല, നീലചികുര, നിരപായ, നിരത്യയ. നിസ്തുല, തുലനം ചെയ്യാനാവാത്ത ദേവി. ദേവിയോട് തുലനം ചെയ്യാൻ ദേവി മാത്രമേ ഉള്ളൂ. അതാണ് നിസ്തുല. നീലചികുര, ചികുരം എന്ന് വെച്ചാൽ തലമുടി. നീലചികുര, നീല നിറമായ തലമുടി, അതായത് കറുത്ത ഇരുണ്ട തലമുടി. അതാണ് നീലചികുര. അടുത്തത് നിരപായ. നിരപായ എന്ന് വെച്ചാൽ നാശമില്ലാത്ത ദേവി. അതാണ് നിരപായ. നിരത്യയ, നിരത്യയ, അതായത് അതിവർത്തിക്കാനായി കഴിയാത്ത ദേവി. നിരത്യയ. ദുർലഭ, ദുർലഭ എന്ന് വെച്ചാൽ സുലഭമായി ലഭിക്കാത്ത ദേവി. അതായത് നിഷ്കളങ്ക ഭക്തിയോട് മാത്രമേ നമുക്ക് ദേവിയെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സുലഭമായി ലഭിക്കാത്ത ദേവി. അതാണ് ദുർലഭ. ദുർഗമ, അടുക്കാൻ വിഷമമായ ദേവി. ശുദ്ധമായ ഉപാസന കൊണ്ടേ ദേവിയെ സമീപിക്കാൻ പറ്റൂ. അതാണ് ദുർഗമ. ദുർഗ, ദുർഗയായ ദേവി. ദേവി ദുർഗാരൂപമെടുത്ത് ദേവന്മാരെ അസുരന്മാരിൽ നിന്നും രക്ഷിച്ചു. അങ്ങനെ ദുർഗമാസുരനെ വധിച്ചതുകൊണ്ട് ദുർഗ. പിന്നെ ഉള്ളിലുള്ള, നമ്മുടെ ഭക്തരുടെ ഉള്ളിലുള്ള ആസുരിക ശക്തിയെ ഇല്ലാതാക്കുന്ന ദേവി ആയതുകൊണ്ട് ദുർഗ എന്ന് പറയുന്നു. ദുഃഖഹന്ത്രി, ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ദേവി. സുഖപ്രദ, സുഖം. ദേവിയെ ഉപാസിച്ചാൽ, ദേവിയെ ഭജിച്ചാൽ സുഖം നൽകുന്നു. സുഖം നൽകുന്ന ദേവി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഹരിയം.